ورتل القرآن ترتيلا. السلام عليكم ورحمة الله. الحمد لله رب العالمين وبه نستعين. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ, തജ്വീദ് പഠന സംരംഭത്തിലെ ഒന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ തജ്വീദ് എന്ന വിജ്ഞാന ശാഖയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഭാഷാപരവും സാങ്കേതികവുമായ അർത്ഥങ്ങളെക്കുറിച്ചുള്ള ചെറിയ ഒരു വിശദീകരണമാണ് ഉദ്ദേശിക്കുന്നത്. തജ്വീദ് എന്ന ഈ വിജ്ഞാന ശാഖയെ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇൽമു തജ്വീദ് എന്ന പേരിലാണ്. ഇൽമു തജ്വീദ് എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണ ശാസ്ത്രം എന്നാണ് അതിൻ്റെ അർത്ഥം. തജ്വീദ് എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം തഹ്സീൻ എന്നാണ്. തഹ്സീൻ എന്ന് പറഞ്ഞാൽ നന്നാക്കുക എന്നാണ്. അറബി ഭാഷയിൽ ഒരു കാര്യം ഏറ്റവും നന്നാക്കി ചെയ്യുന്നതിനെയാണ് തജ്വീദ് അല്ലെങ്കിൽ തഹ്സീൻ എന്നൊക്കെ പറയാറുള്ളത്. തജ്വീദ് എന്ന ഈ ഒരു പദം ഈ ഒരു വിജ്ഞാന ശാഖക്കായി പണ്ഡിതന്മാർ തിരഞ്ഞെടുക്കാനുള്ള കാരണം, തജ്വീദ് എന്ന ഈ വിജ്ഞാന ശാഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തെ നന്നാക്കുക എന്നാണ്. ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഖുർആനിൻ്റെ പാരായണത്തെ തഹ്സീൻ ചെയ്യുക, നന്നാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഈ ഒരു നിലക്കാണ് ഈ ഒരു പദം ഇതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. തജ്വീദ് എന്നതിൻ്റെ സാങ്കേതികമായ അർത്ഥം, അതിൻ്റെ നിർവചനമായി പണ്ഡിതന്മാർ പറയുന്നത് ഇഖ്റാജു കുല്ലി ഹർഫിൻ മിൻ മഖ്റജിഹി മഅ ഇഅതാഇഹി ഹഖ്ഖഹു വ മുസ്തഹിഖഹു എന്നാണ്. ഓരോ അക്ഷരത്തെയും അതിൻ്റെ യഥാർത്ഥ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുകയും ഓരോ അക്ഷരത്തിനും അതിൻ്റേതായ ഹക്കും മുസ്തഹിഖും നൽകുകയും ചെയ്യുക എന്നതാണ്. വളരെ ലളിതമായി ഞാൻ വിശദീകരിക്കാം. 3 കാര്യങ്ങളാണ് ഈ ഒരു നിർവചനത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഒന്ന്, ഇഖ്റാജു കുല്ലി ഹർഫിൻ മിൻ മഖ്റജിഹി എന്നാണ്. തജ്വീദ് പഠനം എന്ന് പറഞ്ഞാൽ എന്താണ്? അറബി ഭാഷയിലുള്ള ഓരോ അക്ഷരത്തെയും അതിൻ്റെ യഥാർത്ഥ മഖ്റജിൽ നിന്ന്, മഖ്റജ് എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരവും പുറപ്പെടുന്ന സ്ഥാനം എന്നർത്ഥം. ആ അക്ഷരത്തിൻ്റെ യഥാർത്ഥ ഉത്ഭവ സ്ഥാനത്ത് നിന്ന് തന്നെ ഉച്ചരിക്കുക എന്നതാണ് തജ്വീദ് പഠനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ശേഷം പറയുന്നത് മഅ ഇഅതാഇഹി ഹഖ്ഖഹു വ മുസ്തഹിഖഹു എന്നാണ്. ഓരോ അക്ഷരത്തെയും അതിൻ്റെ ഉത്ഭവ സ്ഥാനത്ത് നിന്ന് ഉച്ചരിക്കുന്നതോടൊപ്പം ഓരോ അക്ഷരത്തിനും അതിൻ്റെ ഹക്ക് നൽകണമെന്നാണ്. അക്ഷരങ്ങളുടെ ഹക്ക് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ അക്ഷരത്തിനുമുള്ള ആ അക്ഷരത്തിൽ സ്ഥിരമായി നിലനിൽക്കുന്ന, സദാസമയവും ആ അക്ഷരത്തിൻ്റെ കൂടെ വരുന്ന അതിൻ്റെ വിശേഷണത്തിനാണ് ഹക്കുൽ ഹുറൂഫ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്ഷരം അതിൻ്റെ കൂടെ ചേരുമ്പോൾ വരുന്ന ഒരു പ്രത്യേകമായ വിശേഷണമല്ല, മറിച്ച് അക്ഷരത്തിൻ്റെ ജന്മസിദ്ധമായി അതിൻ്റെ കൂടെ തന്നെ നിലനിൽക്കുന്ന ഏതവസരത്തിലും ആ അക്ഷരത്തിൽ നിലകൊള്ളുന്ന വിശേഷണത്തിനാണ് ഹക്കുൽ ഹുറൂഫ് എന്ന് പറയാം. ഉദാഹരണം പറഞ്ഞാൽ ഹുറൂഫുൽ ഇസ്തിഅലാ എന്ന് പറഞ്ഞുകൊണ്ട് 7 അക്ഷരങ്ങളുണ്ട്. ഖുസ്സ ലഗ്തിൻ ഖൽ എന്ന് നമ്മൾ ഷോർട്ടാക്കിയിട്ട് പറയാറുണ്ട്. ഈ 7 അക്ഷരങ്ങൾക്കുമുള്ള ഹക്ക് എന്ന് പറയുന്ന ഒരു വിശേഷണമുണ്ട്. അതെന്താണ്? അക്ഷരത്തെ കനപ്പിച്ച് ഉച്ചരിക്കണമെന്നതാണ്. ഈ അക്ഷരങ്ങളെ കനപ്പിച്ച് ഒരു ഭാരത്തോടു കൂടിയാണ് ഉച്ചരിക്കേണ്ടത്. ഒരു ഭാരം നമുക്ക് അനുഭവപ്പെടും ഈ അക്ഷരം ഉച്ചരിക്കുമ്പോൾ, ശരിയായ രൂപത്തിൽ ഉച്ചരിക്കുമ്പോൾ. അപ്പോൾ ഈ ഭാരം അനുഭവപ്പെടുക എന്ന് പറയുന്ന ഈ ഒരു വിശേഷണം ഈ അക്ഷരങ്ങളുടെ ഹക്കാണ്. എന്ന് പറഞ്ഞാൽ സദാസമയവും ഈ അക്ഷരങ്ങളുടെ കൂടെ വരുന്ന, ഏതവസരത്തിലും മാറ്റമില്ലാത്ത വിധം ഈ അക്ഷരത്തിൻ്റെ കൂടെ നിലകൊള്ളുന്ന വിശേഷണങ്ങളാണ്. ഇങ്ങനെയുള്ള വിശേഷണങ്ങൾക്കാണ് ഹക്കുൽ ഹുറൂഫ് എന്ന് പറയാം. മൂന്നാമതായി പറയുന്ന മുസ്തഹിഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മുസ്തഹിഖുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ മുസ്തഹിഖ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓരോ അക്ഷരങ്ങൾക്കും സാന്ദർഭികമായി വരുന്ന ഒരക്ഷരം മറ്റൊരക്ഷരത്തിൻ്റെ കൂടെ ചേരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പ്രത്യേകമായ ചില നിയമങ്ങൾ വരുന്നത് കൊണ്ട് സാന്ദർഭികമായി അക്ഷരത്തിന് വരുന്ന വിശേഷണങ്ങൾക്കാണ് മുസ്തഹിഖ് എന്ന് പറയാം. ഉദാഹരണം പറഞ്ഞാൽ റ എന്ന അക്ഷരത്തിന് തഫ്ഖീം എന്നൊരു വിശേഷണമുണ്ട്, തർക്കീഖ് എന്ന് പറയുന്ന വിശേഷണമുണ്ട്.
റായിന് ഫത്ഹ് വരുമ്പോൾ തഫ്ഖീം എന്നൊരു കനപ്പിച്ചുച്ചരിക്കുന്ന ഒരു വിശേഷണമാണ് വരുന്നത്. റോ എന്നാണ് നമ്മൾ പറയാം. എന്നാൽ അതേ റായിന് കസ്ർ വരുമ്പോൾ റീ എന്നല്ല നമ്മൾ പറയാം, മറിച്ച് രി. ഇങ്ങനെ തർക്കീക്കാക്കിയിട്ട് ലോലമായിട്ടാണ്, ഒരു സോഫ്റ്റായിട്ടാണ് നമ്മൾ ഉച്ചരിക്കുക. അപ്പോൾ ഇവിടെ റോ എന്ന അക്ഷരത്തിന് കസ്ർ വന്നപ്പോൾ എന്ത് ചെയ്തു? തർക്കീക്ക് എന്ന ഒരു വിശേഷണത്തിലേക്ക് അത് മാറി. അപ്പോൾ ഇവിടെ തർക്കീക്ക് എന്ന് പറയുന്ന റായിന് വന്ന ഈ വിശേഷണം ഇത് മുസ്തഹിക്കാണ്, അഥവാ സാന്ദർഭികമായി വന്നൊരു മാറ്റാണ്. സദാസമയവും റാ എന്ന അക്ഷരത്തിൽ നിലനിൽക്കുന്ന ഒരു വിശേഷണമല്ല, അതിൻ്റെ ഹക്ക് എന്ന് പറയുന്ന വിശേഷണമല്ല തർക്കീക്ക്. മറിച്ച് കസ്റ വരുമ്പോൾ ആ റായിന് തർക്കീക്കാവും, ഫത്ഹ് വരുമ്പോൾ തഫ്ഖീമാവും. ഈ തർക്കീക്കും തഫ്ഖീമും ഒക്കെ റായിനെ സംബന്ധിച്ചിടത്തോളം അത് മുസ്തഹഖ് എന്ന് പറയുന്ന വിശേഷണമാണ് എന്നുള്ളതാണ്. ഇതാണ് ഹക്കുൽ ഹുറൂഫ് മുസ്തഹിഖുൽ ഹുറൂഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഇൽഹാർ, ഇദ്ഗാം, ഇഖ്ഫാ, ഇതൊക്കെ മുസ്തഹിഖുൽ ഹുറൂഫ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പെടുന്നത്, ആ വിശേഷണങ്ങളിലാണ് പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നിർവചനത്തിൽ അടങ്ങിയിട്ടുള്ളത്. അക്ഷരങ്ങൾ അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക, അക്ഷരങ്ങൾക്ക് അതിൻ്റെ ഹക്ക് നൽകുക, അക്ഷരത്തിന് അതിൻ്റെതായ മുസ്തഹിക്കുകൾ നൽകുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ബാക്കി ഓരോ കാര്യങ്ങൾ, ഓരോ വിശദമായ അതിൻ്റെ വിശേഷണങ്ങളും മറ്റു നിയമങ്ങളും വരും ക്ലാസ്സുകളിലായി നമുക്ക് പഠിച്ച് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.